തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനായി തിരച്ചിൽ തുടരുന്നു. സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച വൈകിട്ട് വരെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. കൊടുമുണ്ട മൂർക്കാൻകുഴി അബ്ദുൽ ഹക്കീമിന്റെ മകൻ സഅദിനെയാണ് കാണാതായത്. കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുഴയിൽ തുടരുകയാണ്. സഅദും സഹോദരൻ സഹലും മാതാവിന്റെ വീടായ പൈലിപ്പുറത്തേക്ക് വിരുന്നു വന്നതായിരുന്നു. വീടിനോട് ചേർന്നാണ് പുഴയുള്ളത്. പൈലിപ്പുറം കാളിയാർ വട്ടം കടവിലേക്ക് മാതാവ് മുർഷിദയുടെയും വല്യമ്മയുടെയും കൂടെ കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെ സഅദ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ജ്യേഷ്ഠൻ സഹൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു. കരയിലുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയവരാണ് സഹലിനെ രക്ഷപ്പെടുത്തിയത്. അതേസമയം സഅദിനെ രക്ഷിക്കാനായില്ല. തുടർന്ന് കൊപ്പം പോലീസും പട്ടാമ്പി, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അഗ്നിശമന സേനാ യൂണിറ്റും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. രാത്രിയോടെ തിരച്ചിൽ നിർത്തി. വ്യാഴാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ തുടങ്ങി. പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇങ്ങോട്ട് വിരുന്ന് വന്ന കുട്ടികളാണ്. ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയ മുർഷിദ എന്ന് പറഞ്ഞ ഒരു കുട്ടി കൊടുകൊണ്ടൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. അവർ വീട്ടിക്ക് ഓണ വെക്കേഷന് അവധിക്ക് വന്നതായിരുന്നു. ഇന്നലെ സാധാരണ അവർ വന്നപ്പോഴേക്ക് കാണാനൊക്കെ വരാറുണ്ട്. അപ്പൊ ഇന്നലെ ഒന്നിച്ച് വന്നിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കുട്ടി പുഴയ്ക്ക് വെള്ളത്തേക്ക് പോയത്. അത് കണ്ട് ജ്യേഷ്ഠ സഹോദരൻ പിടിക്കാൻ ചെന്നു. അവർ രണ്ടാൾ കൂടി മുങ്ങി. അങ്ങനെ വലിയ കുട്ടിയെ ഇവിടെ ഇവര് കരച്ചിലൊക്കെ കേട്ടപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ഹക്കീമും മഷൂദാറിന് 2 കൂട്ടുകാർ വന്നു. അവര് ഒരാളെ രക്ഷപ്പെടുത്തി. അപ്പൊ അവര് വന്നപ്പോ മറ്റേ കുട്ടിനെ കണ്ടിട്ടില്ല. അപ്പത്തിന് ആ കുട്ടി താന്നു. പിന്നെ അപ്പത്തിന് തന്നെ നാട്ടിൽ പുറത്ത് വിവരം അറിഞ്ഞ് നാട്ടിലെ ആളുകളെല്ലാവരും ഇവിടുത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് പരമാവധി ഇന്നലെ തന്നെ തെരഞ്ഞു. അപ്പൊ ഒന്നും കണ്ടു കിട്ടിയില്ല. പിന്നെ ഫയറിനെ അറിയിച്ചു. ഫയറിൽ വന്നു, പോലീസ് വന്നു. എന്നാലും രാത്രി വൈകിട്ട് ഒരു 9:15 വരെ തെരഞ്ഞിട്ട് ഇന്നലെ കിട്ടിയില്ല. ഇന്നത്തെ തെരച്ചിൽ ഇന്നലെ നിർത്തിവെച്ചു. ഇന്ന് രാവിലെ ഫയർ ടീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂബ ടീമുണ്ട്. മറ്റു നാട്ടിലെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട്. ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.